ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ടേബിൾ ഡെക്കോ ആയിട്ടാണ്. ഇപ്പോൾ ഒരുപാട് പേര് ടേബിൾ ഡെക്കോ ഒക്കെ ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? അപ്പം ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന തീം എന്ന് പറയുന്നത് ഒരു പെങ്കിൻ്റെ തീമാണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഞാനിവിടെ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന പേപ്പർ എന്ന് പറയുന്നത് A4 സൈസ് പേപ്പറാണ്. നിങ്ങളുടെ കയ്യിൽ ചാർട്ട് പേപ്പർ ഉണ്ടെങ്കിൽ ചാർട്ട് പേപ്പർ എടുക്കാം. കളർ പേപ്പർ ഉണ്ടെങ്കിൽ കളർ പേപ്പർ എടുക്കാം. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് ശേഷം ഇപ്പം വരച്ചിട്ടെടുക്കുന്നവരാണെങ്കിൽ പെങ്കിൻ്റെ ബ്ലാക്ക് കളർ എവിടെയൊക്കെയാണോ ഉള്ളത് അവിടെ എല്ലാം നമ്മൾ ബ്ലാക്ക് അടിച്ചിട്ട് ആ പേപ്പറൊന്ന് നമുക്ക് കട്ട് ചെയ്തിടാം. അപ്പോൾ എൻ്റെ ചാനലും എൻ്റെ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊരു റെഡ് ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യണേ. അതിനുശേഷം മൂക്കിന് വേണ്ടി നമ്മളൊരു യെല്ലോ കളർ പേപ്പർ എടുത്ത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കും. കട്ട് ചെയ്ത് നമുക്കത് മൂക്കിൻ്റെ ഭാഗത്തോട്ട് പിന്നെ ഒരു പിങ്ക് കളർ ക്യൂട്ട്നെസ്സിന് വേണ്ടി ഒരു പിങ്ക് കളർ ഒരു ഓവൽ ഷേപ്പിൽ വെട്ടിയിട്ട് നമുക്കതും രണ്ട് സൈഡിലോട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കൊരു യെല്ലോ കളർ പേപ്പർ എടുത്ത് അതിൻ്റെ കാല് വേണ്ടേ, അപ്പോൾ കാലിന് വേണ്ടി അതും ഒരു ഓവൽ ഇച്ചിരി വലുപ്പത്തിൽ ഓവൽ കട്ട് ചെയ്ത് അത് നമ്മുടെ കാലിൻ്റെ ഭാഗത്തേക്ക് ഒട്ടിച്ച് കൊടുക്കാം. അപ്പം നമ്മളുടെ പെങ്കിനിവിടെ റെഡിയായി. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പം അതിന് ശേഷം ഞാനിവിടെ എടുത്തേക്കുന്നത് അപ്പം അത് നമുക്ക് ടേബിളിൽ വെക്കണ്ടേ. അതിന് ശേഷം നമ്മുടെ വീട്ടിലെ കല്യാണ ലെറ്ററോ ഏതെങ്കിലും ഒരു പഴയ കല്യാണ ലെറ്റർ എടുക്കണം. ഇച്ചിരി കട്ടിക്കുള്ള ഒരു പേപ്പർ എടുക്കണം. അത് സർക്കിളായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ സൈഡിലോട്ട് ഒട്ടിച്ചിട്ട് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. അതിങ്ങനെ അതൊക്കെ ഇതേപോലെ ഒന്ന് തട്ടിക്കൊടുക്കുമ്പോഴത്തേക്ക് അത് നമ്മുടെ ടേബിളിൽ ഇങ്ങനെ ആടിക്കോളും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.